നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിദ്ധാർത്ഥ് നടുക്കുന്ന ഓർമ്മ. ഗവർണറെ കരിങ്കൊടി കാണിച്ച SFIക്കാർ സ്വയം പ്രതിരോധത്തിൽ. സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ച് ആഞ്ഞടിച്ചു ഗവർണർ. അവർ വെറും കരുക്കളെന്ന ഗവർണർ. ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനും യുവാക്കളെ പരിശീലിപ്പിക്കുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ 19 പേർക്ക് 3 വർഷത്തേക്ക് പഠനവിലക്ക്. ഗവർണറെ കരിങ്കൊടി കാണിച്ച SFIക്കാർ ആകെ പ്രതിരോധത്തിലാണ്. സിദ്ധാർത്ഥന്റെ മരണത്തോടെ സകല ഭാഗത്തു നിന്നും വിമർശനം വരികയാണ്. അതിനിടെ മൃഗീയമായ പരസ്യ വിചാരണയെ തുടർന്ന് ജീവനൊടുക്കിയ പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധിക്കുമെന്നും DGPയുമായി ബന്ധപ്പെട്ടതായും സന്ദർശനത്തിന് പിന്നാലെ ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇത്തരം ആക്രമണങ്ങളിലൂടെ നമ്മുടെ സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നാം സഹതപിക്കുന്നത്. ഇത്തരം ആക്രമണങ്ങളിൽ ഉൾപ്പെട്ടവർക്കും ചിലപ്പോൾ പശ്ചാത്താപം ഉണ്ടായേക്കാം. സംസ്ഥാനത്ത് യുവാക്കളെ അക്രമം നടത്തുന്നതിന് പരിശീലിപ്പിക്കുന്നു. മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നതിനും ആക്രമണങ്ങൾക്കുമായി യുവാക്കളെ പരിശീലിപ്പിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ വിധി. മുതിർന്ന നേതാക്കളെയാണ് കോടതി കേസിൽ ശിക്ഷിച്ചിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ സമൂഹം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആക്രമത്തിന്റെ പാത തുടരുന്നതിനാൽ 20ാം നൂറ്റാണ്ടിൽ വിപ്ലവമായി കണക്കാക്കിയ ഈ പ്രത്യയശാസ്ത്രം ഇന്ന് ലോകത്ത് എല്ലായിടത്തും നശിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇവർ ഇന്നും മുന്നോട്ടു പോകുന്നു. യുവാക്കളെ ഒരു പരിധിയിലധികം കുറ്റപ്പെടുത്താൻ താൻ തയ്യാറല്ല. കാരണം ഇവർ മറ്റുള്ളവരുടെ കയ്യിലെ വെറും കരുക്കളാണ്. ഇവർക്കെതിരെ പോലീസ് കേസ് എടുക്കുന്നതോടെ ഇവരുടെ ഭാവി അനിശ്ചിതത്വത്തിലാകുന്നു. ഇതോടെ ഇവർ ചില രാഷ്ട്രീയ നേതാക്കളെ ആശ്രയിക്കേണ്ടി വരുന്നു. ആക്രമത്തിന്റെ പാത കൈവിടണമെന്ന് ഓരോ പാർട്ടിയോടും താൻ ആവശ്യപ്പെടുന്നു. ആ അമ്മയുടെ അവസ്ഥ നോക്കൂ, അവരുടെ സഹോദരന്റെ കാര്യം ആലോചിക്കൂ. തന്റെ മനസ്സ് അവരോടൊപ്പം ഉണ്ടെന്നും ഗവർണർ പറഞ്ഞു. BVSC 2ാം വർഷ വിദ്യാർത്ഥിയായ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ ഫെബ്രുവരി 18-നാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാലന്റൈൻസ് ഡേ ദിനാചരണവുമായി ബന്ധപ്പെട്ട കോളേജിലുണ്ടായ തർക്കത്തെ തുടർന്ന് കോളേജിൽ വെച്ച് സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും നേരിടേണ്ടി വന്നുവെന്നാണ് പരാതി. 3 ദിവസം ഭക്ഷണം പോലും നൽകാതെ തുടർച്ചയായി മർദ്ദിച്ചെന്നും ആരോപണമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഈ ആരോപണങ്ങൾ സാധൂകരിക്കുന്നതായിരുന്നു. അതേസമയം പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ മർദ്ദനത്തെയും ആൾക്കൂട്ട വിചാരണയെയും തുടർന്ന് വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 19 പേർക്ക് 3 വർഷത്തേക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തി. പ്രതിപട്ടികയിലുള്ള 18 പേർക്ക് പുറമെ ഒരാൾക്ക് കൂടി പഠനവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോളേജ് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടേതാണ് നടപടി. ഇതോടെ ഇവർക്ക് ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പ്രവേശനം നേടാനാകില്ല. സമാനതകളില്ലാത്ത ക്രൂരതയാണ് സിദ്ധാർത്ഥിനെതിരെ നടന്നത്. ഹോസ്റ്റൽ നടുമുറ്റത്തെ ആൾക്കൂട്ട വിചാരണ, ആരും സഹായത്തിന് എത്താത്ത നിസ്സഹായത, ഇതെല്ലാം ഉണ്ടാക്കിയ കടുത്ത മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് നിഗമനം. ഇക്കഴിഞ്ഞ 18-നാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ കണ്ടെത്തിയ പരിക്കുകളിൽ നിന്നാണ് സംഭവങ്ങളുടെ നിജസ്ഥിതി വെളിച്ചത്തായത്. ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, റാഗിംഗ് എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.